ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പകൽ വെളിച്ചത്തിലെടുത്താട്ടോ അമ്പലത്തിൽ ഇന്നത്തെ ഉത്സവം ലാസ്റ്റ് ദിവസമാട്ടോ ഇന്ന് ഉത്സവം എന്ന് പറയുന്നത്. അപ്പം ഉത്സവം കഴിഞ്ഞിട്ട് കുറേ കാലമായി, ഒരു മാസത്തിലധികമായി. പക്ഷെ ഞാൻ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്തതെന്ന് ഇപ്പം കാണിച്ചായിരുന്നു. നമ്മളെ ചെറ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചെറ. പിന്നെ ഇതാണ് വട്ടപ്പന്തൽ എന്ന് പറയുന്നത്. വട്ടപ്പന്തലിന് ഒരു തൂണ് നാട്ടാനൊരു ദിവസം ഉണ്ടാവും, അതുപോലെ ഓല കെട്ടാനൊരു ദിവസം, അങ്ങനെ ഓരോന്നിനും ഓരോ ചടങ്ങായിട്ടാണ്. ഇതുപോലെ ഉത്സവത്തിന് 2-3 മാസങ്ങൾ മുന്നേ ഇതുപോലെ വട്ടപ്പന്തൽ ഒരുക്കിയിട്ടുണ്ടാവട്ടെ. ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മുൻവശത്താണ് വട്ടപ്പന്തൽ ഉണ്ടാവും. അപ്പുറകോശം അങ്ങോട്ട് വട്ടപ്പന്തൽ ഉണ്ടാവില്ല. ഇതന്നെ പിന്നെ ഈ സൈഡിലെല്ലാം മുഴുവൻ ഇതുപോലെ പാദസരം ഇല്ലേ, ഹിന്ദിക്കാർ വെക്കുന്ന ഇങ്ങനത്തെ പാദസരങ്ങളാണ്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലോട്ടേക്ക് നടന്നു. ഇവിടെ 2 സൈഡ് മൊത്തം, അതായത് ഒരു 20 മിനിറ്റ് നടക്കാനുണ്ട്. അത്രയും നടക്കുന്ന ദൂരം തെച്ച് 2 സൈഡിൽ ചന്തയായിട്ടാണ് ഉണ്ടാവുക. അപ്പം ഇപ്പോൾ ഓരോ വർഷം കഴിയുന്നോറും തിരക്ക് കൂടിക്കൂടി വരും. അതുകൊണ്ട് നമുക്ക് ചന്തയൊന്നും നടന്ന് കാണാൻ പറ്റില്ല. എല്ലാ കൊല്ലം നമ്മളെന്ന് വെച്ചാൽ എൻ്റെ വീടിനടുന്ന് വരുന്നതാണ് ചന്തയില്ല, പക്ഷെ ഈ മുന്നോട്ടേക്ക് നടക്കണം. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലം മുന്നിലേക്ക് ചന്ത കാണാൻ വേണ്ടിയിട്ട് പോവും, എന്നിട്ട് വരും. പക്ഷേ എങ്കിൽ ഇപ്പം തിരക്കധികമായതുകൊണ്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നീങ്ങാനും നമുക്ക് നിരക്കാനൊന്നും പറ്റില്ല. അത്രയും തിരക്ക് കൂടി കേട്ടോ ഓരോ വർഷം കഴിയുന്നതും. ഇത് അതിന് തൊട്ടിപ്പുറത്തില്ല കണ്ടതാണ് നമ്മൾ പറയാം. അവിടെ കൃഷി ചെയ്യും കേട്ടോ, നെൽകൃഷി ചെയ്യും. അപ്പം കണ്ടത്തിൽ പിന്നെ കുറേ ഇതാട്ടോ, കൂജിയായിട്ടും അല്ലെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആയിട്ടും അങ്ങനെ. പിന്നെ ഞാൻ നേരെ വിട്ടത് ഏതെടുത്താൽ 20 കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനം മേടിച്ചു കേട്ടോ. കുറച്ച് ഇതാദ്യം മോള് പിന്നെ വേണമെന്ന് പറഞ്ഞു അവൾക്ക് കയ്യിലിടുന്നത്. ഞാനതുപോലെ ഒരു സെറ്റ് വളയാക്കിയിട്ട് മേടിച്ചു. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പിന്നെ കുടിയലിനെല്ലാം മുമ്പ് വള ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനമെല്ലാം മേടിച്ചാണ് നമ്മൾ നടന്ന് പിന്നെ മുന്നോട്ടേക്ക് ഇങ്ങനെ നടന്നപ്പോഴും പിന്നെ കുറേ ചന്തയെല്ലാം പൂട്ടിയിട്ടുള്ളത്. കാരണം സന്ധ്യ ആകുമ്പോഴേ തുറക്കുള്ളൂ. ഇതിപ്പോൾ ഒരു 5 മണി ആയതേ ഉള്ളൂ. അപ്പം അങ്ങനെ പോയി. പിന്നെ ഇങ്ങനെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡെല്ലാം ഉണ്ട്. ആൾക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കുറേ കമ്മൽ, പിന്നെ ഓരോ സൈഡ് ഇത് ക്ലീൻ ചെയ്യുന്ന, പിന്നെ ചെരുപ്പ്, കുറേ ഇത് ബെഡ്ഷീറ്റ്, പിന്നെ അതേപോലെ തന്നെ ഇതെല്ലാം ബെഡ്ഷീറ്റ്. പിന്നെ ഇതുപോലെ ഇത് ഏതെടുത്താലും 20 പക്ഷേ എങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ഐറ്റംസ് വെക്കുന്ന സ്ഥലം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചീർപ്പ് അങ്ങനത്തെ ഇതെല്ലാം ആയിട്ട്. പിന്നെ നമ്മളെ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളും അങ്ങനെ കുറേ സ്ഥലമുണ്ട്. ഇത് സ്റ്റീൽ പാത്രങ്ങൾ മാത്രമായിട്ട് കേട്ടോ. ഇവിടെ നിന്നെല്ലാം മുന്നേയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മേടിക്കുന്നില്ല. ഇല്ല മേടിക്കോട്ടോ. ഇത് പിന്നെ കുങ്കുമം നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെയും മുന്നോട്ട് നടന്നേരം വേറെ ഒരു കണ്ടത്തിൽ ഇതുപോലെ 20 ഏതെടുത്താലും 20 കേട്ടോ. ഇവിടുന്ന് നമ്മൾ അവിടെ ഇല്ലാത്തത് എന്താന്ന് നോക്കി പിന്നെ ഇവിടെ നിന്നൊന്നും മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. മുന്നോട്ടേക്ക് നടന്നപ്പോഴേ തേമോള് പറഞ്ഞു, പഴയകാല മിഠായില്ലേ അത് വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പാൻറ്റേൻ്റെ മിഠായി എങ്ങാണ്ട് മേടിച്ചു. അവിടുന്ന് എല്ലാം കഴിഞ്ഞ് പിന്നെയും നടക്കാനുണ്ട് കേട്ടോ. മടിച്ചിട്ട് പോയില്ല. തിരിച്ച് നടന്നാൽ അവൾ പറഞ്ഞ് ഗോപി മഞ്ചൂരി മേടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഗോപി മഞ്ചൂരി മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞാൽ അവൾ പറഞ്ഞ് പിന്നെ പാനിപ്പൂരി മേടിക്കാൻ പറഞ്ഞ് അങ്ങനെ പാനിപ്പൂരി മേടിച്ച് കഴിച്ച് പിന്നെ അമ്പലത്തിലേക്ക് വന്ന സമയത്ത് ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇന്നലെ ഞാനെ കൊണ്ടുപോയി. പിന്നെ അതുകൊണ്ട് ആ ഒരു പേടി കൊണ്ട് ഇച്ചിരി അകലം പാലിച്ചാട്ടോ നിന്നത്. എന്തോ ഒരു പേടിയായിപ്പോയി അത് കണ്ടിട്ട്. അപ്പം ഇന്ന് ലാസ്റ്റ് ഉത്സവം, ഇക്കൊല്ലത്തെ ലാസ്റ്റ് ഉത്സവം കഴിഞ്ഞു. അപ്പോൾ ഇതിന് അടുത്ത കൊല്ലം ഇതുപോലെ ഉത്സവത്തിന് വെയിറ്റ് ചെയ്യും. പിന്നെ അമ്മേൻ്റെ തടമ്പ് കയറ്റും കേട്ടോ. പുറത്ത് അമ്മേൻ്റെ തടമ്പ് കയറ്റുന്നു. പിന്നെ 2 ആനയെന്നുള്ളൂ. അതുപോലെ തന്നെ ചെറിയ വെടിക്കെട്ട് അങ്ങനെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. പക്ഷെ എന്നാലും അതിനൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം ഇന്നത്തോടെ റിലേറ്റീവ്സ് എല്ലാം വിളിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പോയി കണ്ടു വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.